ഇന്ത്യ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ തീരുവ വിഷയത്തിൽ പരോക്ഷ പരാമർശം നടത്തിയിരിക്കുകയാണ് മോദി. സ്വന്തം കഴിവിലും വിഭവങ്ങളിലും വിശ്വസിക്കാം, ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിക്കേണ്ടതില്ല. ഫൈറ്റർ ജെറ്റുകളുടെ എഞ്ചിനുകൾ ഇവിടെ നിർമ്മിക്കും. സൈബർ സെക്യൂരിറ്റിയിലും സ്വയം പര്യാപ്തത നേടും. കോവിഡ് വാക്സിനിലൂടെ കോടിക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. വനിതാ സ്വയം സഹായ സംഘങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചു. ആശയങ്ങളുമായി യുവാക്കളെ കടന്നുവരൂ. നിങ്ങൾക്ക് ഇവിടെ വലിയ ഇടമുണ്ട്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ യാഥാർത്ഥ്യമാക്കണം. എന്തിന് വിദേശ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കണം? സ്വന്തം ആയുധം കൊണ്ട് ശത്രുവിനെ തകർത്ത് നമുക്ക് സ്വന്തം കഴിവിൽ വിശ്വസിക്കാം. സ്വദേശി മന്ത്രം ഉരുവിടാം. നീണ്ടകാലം സർക്കാരിനെ സേവിക്കാൻ അവസരം കിട്ടി. ഇന്ത്യയുടെ അഭിവൃദ്ധിയാണ് ലക്ഷ്യം. ആരെയും ചവിട്ടിത്താഴ്ത്താനല്ല. നികുതി ഭാരതത്തിൽ നിന്ന് മധ്യവർഗത്തിന് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ലോകവിപണി ഇന്ത്യ നിയന്ത്രിക്കുന്ന കാലം വിദൂരമല്ല. ആളുകളെ ജയിലിലിടുന്ന അനാവശ്യ നിയമങ്ങൾ ഒഴിവാക്കി. നിയമരംഗത്തും പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ 10 പുതിയ ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഇത് രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 10 ഇരട്ടി വരെ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ മേഖലയിൽ സ്വകാര്യ മേഖലയ്ക്കും വഴി തുറന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. സെമി കണ്ടക്ടറുകൾ നിർമ്മാണത്തിനുള്ള ആശയം 50-60 വർഷം മുൻപ് ഇന്ത്യയിൽ ഉണ്ടായതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ ഫയലുകൾ മുങ്ങിപ്പോവുകയും ലക്ഷ്യം നേടാൻ കഴിയാതെ വരികയും ചെയ്തു. 50 വർഷം മുൻപുള്ള സെമി കണ്ടക്ടർ ഫയൽ മുക്കിക്കളഞ്ഞു. പക്ഷേ ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ വിപണിയിലെത്തും. ഊർജ്ജ മേഖലയെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി പെട്രോൾ, ഡീസൽ, ഗ്യാസ് എന്നിവയ്ക്കായി നമ്മൾ ഇന്ന് പല രാജ്യങ്ങളെയും ആശ്രയിക്കുന്നുണ്ടെന്നും ഇതിനായി കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കുന്നതെന്നും പറഞ്ഞു. ഈ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കണം. കഴിഞ്ഞ 11 വർഷത്തിനിടെ സൗരോർജ്ജ ഉൽപാദനം 30 ഇരട്ടി വർദ്ധിച്ചു. മുദ്ര യോജനയിലൂടെ ആളുകൾ വായ്പയെടുത്ത് ബിസിനസ്സുകൾ നടത്തുന്നുണ്ടെന്നും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നും പറഞ്ഞു. 2047 ലക്ഷ്യമാക്കി അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഓരോ നിമിഷത്തിനും വിലയുണ്ട്. ഒരു നിമിഷം പോലും നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഇത് മുന്നോട്ട് പോകാനും വലിയ സ്വപ്നങ്ങൾ കാണാനും ലക്ഷ്യങ്ങൾക്കായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാനുമുള്ള സമയമാണ്. ഞാനും സർക്കാരും നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ നമുക്കൊരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും. ലോകം നമ്മുടെ MSME മേഖലയുടെ ശക്തി തിരിച്ചറിയുന്നുണ്ടെന്നും ലോകവിപണിയിൽ നമ്മുടെ കഴിവ് തെളിയിക്കണമെന്നും ഗുണനിലവാരത്തിൽ പുതിയ ഉയരങ്ങളിൽ എത്തണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഇന്ത്യയുടെ വേഗത്തിലുള്ള പ്രതികരണമായ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലെ ചരിത്രപരമായ മാതൃകയായി ഓർമ്മിപ്പിക്കപ്പെടുമെന്ന് സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കി. വ്യാഴാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസിഡന്റ് മുർമു ഏപ്രിൽ പഹൽഗാമിൽ നിരപരാധികളായ പൗരന്മാർക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തെ ഭീരുത്വവും തികച്ചും മനുഷ്യത്വരഹിതവുമാണെന്ന് വിശേഷിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെയുള്ള ഇന്ത്യയുടെ പ്രതികരണം നിർണായകമായ രീതിയിലും ഉറച്ച ദൃഢനിശ്ചയത്തോടെയും നടപ്പിലാക്കിയതായി വ്യക്തമാക്കി. രാജ്യത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സായുധ സേന ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരാണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചു. പ്രസിഡന്റ് മുർമു വ്യക്തമാക്കിയതാണ്. ഭീകരതയ്ക്കെതിരായ മനുഷ്യരാശിയുടെ പോരാട്ടത്തിൽ ഇത് ചരിത്രത്തിൽ ഒരു ഉദാഹരണമായി രേഖപ്പെടുത്തുമെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.